കലാലിയ കുറ്റ്യാട്ടൂർ പ്രതിമാസ പരിപാടിയും യുവകഥാകൃത്ത് രജത് കുറ്റ്യാട്ടൂരിന്റെ പ്രഥമ കഥാസമാഹാരമായ രജതരേഖകൾ പ്രകാശനവും കലാലിയ വിഷുക്കണി മത്സര സമ്മാനദാനവും കലാലിയ യൂട്യൂബ് ചാനൽ പ്രകാശനവും കുറ്റ്യാട്ടൂർ KAKNSUP സ്കൂളിൽ വെച്ച് നടന്നു. ചിത്രകാരനും എഴുത്തുകാരനും പ്രഭാഷകനുമായ സോമൻ കടലൂർ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. നമ്മുടെ യൂട്യൂബർ ഗംഭീരമായി ഉജ്ജ്വലമായി എന്നാണ് നമ്മളെല്ലാം ചേർത്ത് ഒറ്റ മനസ്സോടുകൂടി സൗന്ദര്യാത്മകമായ മനസ്സോടുകൂടി നമ്മൾ നിർത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഒഴിച്ചിട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് വാക്കിനേക്കാൾ നമ്മുടെ സംഭാഷണത്തിനേക്കാൾ ഈ ഇരിപ്പ് തന്നെ പ്രധാനമാണ്. ഇപ്പൊ നേരത്തെ രജത് സംസാരിച്ചു, ഞാൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. അതിനിടയ്ക്ക് എനിക്ക് പറയാനൊരു കാര്യം എന്താ വെച്ചാൽ, ഞാനിവിടെ വന്ന് കുറച്ചു നേരമായി വന്നിട്ട് എല്ലാ ആളുകളെയും ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് എല്ലാ ആളുകളുടെ മുഖത്ത്, അത് വയസ്സായ ആളായിക്കോട്ടെ, ചെറിയ കുഞ്ഞുങ്ങളായിക്കോട്ടെ, യുവാക്കളായിക്കോട്ടെ, എല്ലാ ആളുകളുടെയും മുഖത്ത് എന്താ വെച്ചാൽ നല്ലൊരു യൗവനം തുടിച്ചു നിൽക്കുകയാണ്. തെളിച്ചും തീർച്ചയും മൂർച്ചയും സൗന്ദര്യവും ഉണർവും ഊർജ്ജസ്വലതയാണ് വരുന്ന ആളുകളൊക്കെ. എന്നാൽ ആരെങ്കിലും ഒരാൾ ക്ഷീണ മുഖത്തോടെയുള്ള ഒരാളെ കണ്ടേ ഇല്ല. അതൊരു പക്ഷേ ഞാൻ എൻ്റെ ദേശത്ത്, ഞാൻ കോഴിക്കോട് ജില്ലയിലെ പയ്യോളി എന്ന് പറഞ്ഞ തിക്കോടി എന്ന് പറഞ്ഞ ഒരു പ്രദേശത്ത് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് കുറ്റ്യാട്ടൂർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളത്, അത് കുറ്റ്യാട്ടൂർ മാങ്ങയാണ്. KAKNSUP സ്കൂൾ പ്രധാന അധ്യാപിക KK അനിത പുസ്തകം ഏറ്റുവാങ്ങി. കലാലയ പ്രസിഡന്റ് സജീവ് അരിയേരി അധ്യക്ഷത വഹിച്ചു. ചാനൽ അവതാരകനും സിനിമാ കോമഡി ആർട്ടിസ്റ്റുമായ നവീൻ പനങ്കാവ്, യുവ നോവലിസ്റ്റ് ഷിജു 10 മൈൽ, ആർട്ടിസ്റ്റും യൂട്യൂബറുമായ അനൂപ് ചന്ദ്രൻ, PTA പ്രസിഡന്റ് K മധു, രജത് കുറ്റ്യാട്ടൂർ, കലാലയ സെക്രട്ടറി A രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വിഷുക്കണി മത്സര വിജയികൾക്ക് മയിൽ എയ്സ് ബിൽഡേഴ്സ് ഉടമ ബാബു പണ്ണേരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് കരോക്കെ ഗാനമേള, മോഡേൺ ഒപ്പന, സെമി ക്ലാസിക്കൽ ഡാൻസ്, കൈകൊട്ടിക്കളി തുടങ്ങി വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മഞ്ചാടി മണി കൊണ്ട് മാണിക്ക തുടങ്ങി